കുസാറ്റിലെ കാലാവസ്ഥ വിദഗ്ധൻ ഡോക്ടർ അജിൽ കോട്ടയിൽ നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ അജിൽ, ഈ ഇത്തവണത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് വേനൽ മഴ പരിശോധിക്കുമ്പോൾ 39% അധികം മഴ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത് ലഘുമേഘ വിസ്ഫോടനമാണ്. തൃശ്ശൂരിൽ പോലും അതാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാലാവസ്ഥാ പ്രതിസന്ധിയാണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള യഥാർത്ഥ കാരണം? ഇത് ഈ അനിശ്ചിതത്വം തുടർന്നുകൊണ്ടേയിരിക്കുമോ? അതെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ പണ്ട് കാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള ഒരു കാലാവസ്ഥയിലുള്ള ഒരു അനോമലിയാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2018 മുതൽ നമ്മൾ ഈ ഒരു പ്രതിഭാസം കാണാൻ തുടങ്ങിയതാണ്. വളരെ അതിശക്തമായിട്ടുള്ള മഴ, ഈ കൂമ്പാര അതിശക്തമായിട്ടുള്ള മേഘങ്ങൾ കൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ വളരെയധികം മഴ പെയ്യുന്ന ഒരു പ്രവണത. അപ്പോൾ അത് പല പല നമ്മുടെ കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇത് എടുക്കാനുള്ള മെഷർമെന്റ്സിന്റെ അഭാവം കാരണം നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ 28-ാം തീയതി കളമശ്ശേരിയിൽ ഒരു അതിശക്തമായിട്ടുള്ള ഒരു മഴ പെയ്തു. ഏകദേശം 28-ാം തീയതി രാവിലെ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഏകദേശം ഒരു 100 മില്ലിമീറ്ററോളം മഴ നമുക്ക് ലഭിച്ചു. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കൊരു ക്ലൗഡ് ബേസ്റ്റ്, IMD ഡെഫിനിഷൻ പ്രകാരം ഒരു ക്ലൗഡ് ബേസ്റ്റ് ഇവന്റിന്റെ ക്ലാസിഫിക്കേഷനിൽ പെടുത്താവുന്ന മഴയാണ്. വീണ്ടും അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ തന്നെ 29-ാം തീയതി വൈകുന്നേരത്തോടുകൂടി വീണ്ടും ഏകദേശം 2-3 മണിക്കൂറിൽ 15 മില്ലിമീറ്റർ ഏകദേശം ഒരു 15 സെന്റിമീറ്ററോളം മഴ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലൗഡ് ബേസ്റ്റ് പണ്ടും സംഭവിച്ചിട്ടുണ്ട് പല പല മലയോര മേഖലകളിലും. ഈ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അതിശക്തമായ മേഘത്തിന്റെ ഒരു കേന്ദ്രീകരണം കൊണ്ട് ഉണ്ടാകുന്ന മഴയുടെ ഫലമായിട്ടാണ് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാലാവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടുന്ന സൗത്ത് വെസ്റ്റ് പോലുള്ള റീജിയനിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന മഴകളെല്ലാം ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും ഇതേപോലെ കൂമ്പാര മേഘങ്ങൾ എന്ന് പറഞ്ഞ മേഘങ്ങൾ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ അതിശക്തമായിട്ടുള്ള മഴ ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് പെയ്ത മഴയുടെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏകദേശം ഒരു 10 മണിക്ക് രാവിലെ ഒരു ഈ അതിശക്തമായിട്ടുള്ള ഈ കൂമ്പാര മേഘങ്ങളുടെ ഒരു വടക്കോട്ടുള്ള ഒരു സഞ്ചാരം നമ്മൾ ഡേറ്റയ്ക്കകത്ത് കാണുന്നുണ്ട്. ഇപ്പൊ രാവിലെ 10 മണിക്കൊക്കെ അത് തൃശ്ശൂരിന് മുകളിലായിരുന്നെങ്കിൽ അത് പതുക്കെ വടക്കോട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് ഇപ്പം ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ പിന്നെ മലപ്പുറത്ത് വളരെ ശക്തമായിട്ട് നിന്നു, പിന്നെ കോഴിക്കോട് വളരെ ശക്തമായിട്ട് നിന്നു. എന്നിട്ട് കോഴിക്കോട് അവിടെ നിന്നിട്ട് 1-2 മണിക്കൂറോളം അതിശക്തമായിട്ടുള്ള ഒരു മഴ. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മേഘങ്ങളുടെ ഒരു പ്രത്യേകത ഇപ്പം ഞങ്ങളിപ്പോൾ ഡേറ്റയ്ക്കകത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ ഏകദേശം ഒരു 15-16 കിലോമീറ്റർ ഹൈറ്റ് ഉണ്ട്. അതായത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്ററോളം ഉയരത്തിലുള്ള അതിശക്തമായിട്ടുള്ള മേഘങ്ങളുടെ സാന്നിധ്യമാണ് ഈ പ്രദേശങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വടക്കോട്ടുള്ള സഞ്ചാരം രാവിലെ മുതൽ വടക്കോട്ടുള്ള ഈ ഒരു അതിശക്തമായിട്ടുള്ള കൂമ്പാരമേഘങ്ങളുടെ ഒരു സഞ്ചാരം രാവിലെ തൊട്ട് ഡേറ്റയ്ക്കകത്ത് കാണുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം കോഴിക്കോടായിരിക്കും. പക്ഷെ വരും മണിക്കൂറിൽ ഒരുപക്ഷെ അത് വടക്കോട്ട് വീണ്ടും നീങ്ങി കണ്ണൂർ, കാസർഗോഡ് പ്രദേശങ്ങളിലേക്ക് വൈകുന്നേരം ആകുമ്പോൾ മഴ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു മേഘങ്ങളുടെ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ ഈ കാലാവസ്ഥയിലെ അനിശ്ചിതത്വത്തെ മാത്രം നമുക്ക് പഴിചാരാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ, താങ്കൾ കൊച്ചിയിലാണുള്ളത്. കൊച്ചിയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലെ ഈ ലഘുമേഘ വിസ്ഫോടനത്തിലുണ്ടായ വെള്ളക്കെട്ട്, അതിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട്, പിന്നെ ഇപ്പോഴും മഴ നമുക്ക് കിട്ടുന്ന തോത് വളരെ കൂടുതലാണെന്ന് പറയുന്നത്, പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ഒരു തീവ്രതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ഈ കാലാവസ്ഥയിലെ അനിശ്ചിതത്വത്തെ മാത്രം നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തിയാൽ മതിയോ? അല്ല, ഇനി വരാൻ പോകുന്ന മഴകളെല്ലാം നമുക്ക് ഇതേപോലെ അതിശക്തമായ മഴകളായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിലല്ല. ഇപ്പം ഇനി അടുത്ത മാസങ്ങളിലും മൺസൂൺ സമയങ്ങളിൽ ഇടവേളയിൽ ലഭിക്കാൻ പോകുന്ന മഴകൾ ഇതേപോലെ അതിശക്തമായിട്ടുള്ള മഴകളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അതിശക്തമായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് അർബൻ ഏരിയ ഉറപ്പായിട്ടും ഫ്ലഡഡ് ആകും. അത് സ്വാഭാവികമാണ്. വീടുകളിലേക്ക് വെള്ളം കയറാം. പക്ഷേ ഇതിന് ശേഷം ഫ്ലഡഡ് ആയിപ്പോൾ വൺസ് നമ്മുടെ നഗരങ്ങളും വീടുകളൊക്കെ വെള്ളം കയറി മുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ വെള്ളം ഡിസ്ചാർജ് ചെയ്യിക്കാം. അവിടെയാണ് ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തോന്നുന്നു. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നമുക്കറിയാം, ഞാൻ താമസിക്കുന്ന പല സ്ഥലങ്ങളിലും പരിസരത്തോടു കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അതേപോലെ നമ്മുടെ വെള്ളം ഒഴുകി പോകുന്ന ഓടകളിലൊക്കെ
വളരെയധികം വേസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ചാക്കിൽ കെട്ടിയാണ് പല വേസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാനേജ് ഇപ്പൊ ഈ ഒരു അർബൻ പ്ലാനിങ്ങോട് കൂടി തന്നെ ഇതേപോലുള്ള കാര്യങ്ങളും കൂടി വളരെ അച്ചടക്കത്തോടു കൂടി വളരെ കർശനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടെന്നുള്ള ഇനി വരാൻ പോകുന്ന വെള്ളക്കെട്ടുകൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുള്ളൂ. അത് നമ്മുടെ ഗവൺമെന്റിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമാക്കിയാൽ മാത്രമേ, പ്രത്യേകിച്ച് ഡോക്ടർ വേസ്റ്റ് അജിൽ, മാനേജ്മെന്റ് ഇതിനകത്ത് അതേപോലെ ഇപ്പോൾ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നേരത്തെ സിആർ പറഞ്ഞതുപോലെ നമുക്കൊരു ഫ്ലഡ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടോ? ഇപ്പോഴൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രളയ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ചൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്ലാൻ നമുക്ക് തയ്യാറാക്കി വെക്കാൻ കഴിയുമെന്നുള്ളത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കാലാവസ്ഥയിൽ ഈ അനിശ്ചിതത്വമുണ്ട്, പക്ഷേ എങ്കിലും നമ്മളുടെ ഈ ശാസ്ത്രീയ ഗവേഷണ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ടെക്നോളജിയും പുതിയ എക്യുപ്മെൻറ്റ്സും ഇൻസ്ട്രുമെൻറ്റ്സും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ മുൻകൂട്ടി പ്രവചിക്കാനൊക്കെ കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ട് കുറെ കൂടി കൃത്യതയോടുകൂടി പ്രവചിക്കാനൊക്കെ കഴിയുന്നൊരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കുസാറ്റിലെ ഈ കാലാവസ്ഥാ വിദഗ്ധർ, നിങ്ങളടങ്ങുന്ന ഒരു സമിതിയോ അല്ലെങ്കിൽ നിങ്ങളടങ്ങുന്ന ഒരു സംഘമോ ഒക്കെ നിങ്ങൾക്കും ഈ ഗവൺമെന്റിനെ സഹായിക്കാൻ കഴിയുന്നതല്ലേ ഈ കാര്യങ്ങളിൽ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ലോകത്തെല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത്. ഇപ്പം പല പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. ഇപ്പം കാലാവസ്ഥയുടെ ഡിസാസ്റ്ററോ അതേപോലെ വേറെ പല കാലാവസ്ഥാപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടാനുള്ള ഗവൺമെന്റ് പല ഏജൻസികളും ഉണ്ടാവും. പക്ഷെ അവരെല്ലാം അവർക്കെന്താണ് വേണ്ടത്, ഇപ്പം മാറിയ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിൽ എന്തൊക്കെ സയന്റിഫിക് സപ്പോർട്ട്സ് ആണ് വേണ്ടത്, അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അവരുടെ യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. ആ രാജ്യത്തിന്റെ യൂണിവേഴ്സിറ്റികളാണ്, അതിന്റെ വിദഗ്ധരാണ്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ വിദഗ്ധർ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട്, ഏതൊക്കെ സെന്ററിലുണ്ട്, അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഗവൺമെന്റ് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. കാലാവസ്ഥ ഇപ്പോൾ ഈ പല ഈ വികസിത രാജ്യങ്ങളിലും അവിടുത്തെ നഗരാസൂത്രണം, ടൗൺ പ്ലാനിംഗ് എന്ന് പറയുന്നത് പോലും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെ, അതിൽ കലാകാരന്മാർ വരെ അടങ്ങിയിട്ടുള്ളവരെ വിളിച്ചു ചേർത്ത് അവരുടെ ഒരു വലിയ യോഗമൊക്കെ വിളിച്ചു ചേർത്ത് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അതാത് ഈ സർക്കാരുകൾ നടത്താറുള്ളത്. അപ്പോൾ അതിൻ്റെ പരിസ്ഥിതി സാഹചര്യങ്ങൾ, സാധ്യതകളൊക്കെ മനസ്സിലാക്കി പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധം, പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലൊക്കെയാണ് ഈ നഗരാസൂത്രണമൊക്കെ നടക്കാറുള്ളത്. നമ്മളിവിടെ കാര്യങ്ങളൊക്കെ നേരെ തലതിരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ അജിൽ കോട്ടയിൽ, ഈ കാലാവസ്ഥാ വിദഗ്ധരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയല്ലേ സർക്കാർ ശരിക്കും ആലോചിക്കേണ്ടത്? ആ തരത്തിലൊരു ആശയവിനിമയം ആരോഗ്യകരമായ ഒന്ന് നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? അല്ല, ഇനിയിപ്പം നടന്നാലും നടന്നില്ലെങ്കിലും ഇനിയുള്ള കാലങ്ങളിൽ അത് നടന്നേ തീരൂ. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ശാസ്ത്ര പരിഹാരം ഇതിനൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ഒരു നമുക്കറിയാം, കാലാവസ്ഥയുടെ മാറിയ സാഹചര്യം വളരെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ നമ്മുടെ മുന്നിലുണ്ട്, ഗവൺമെന്റിന് മുന്നിലുണ്ട്, പബ്ലിക്കിന്റെ കയ്യിലുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യങ്ങളിൽ നമ്മുടെ സാധാരണ ജനങ്ങളെയും കൺവിൻസ് ചെയ്യാൻ ഇപ്പം വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ശക്തമായിട്ട് നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇച്ഛാശക്തിയോടുകൂടി ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ താഴ്ത്തട്ടിലുള്ള നമ്മുടെ എല്ലാ ഏജൻസികളും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ പറഞ്ഞ പോലെ തന്നെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ ഇതേപോലെ വളരെ വിദഗ്ധരായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ അവബോധമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി എങ്ങനെ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ദുരന്തങ്ങളൊന്നും നമുക്ക് തടയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ആഘാതങ്ങൾ നമുക്ക് ലഘൂകരിക്കാനേ പറ്റുള്ളൂ. എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇപ്പം പല പല യൂണിവേഴ്സിറ്റിയിൽ പല പല വിദഗ്ധന്മാരുണ്ട്, അവരുടെ എല്ലാം എക്സ്പെർട്ടൈസ് എടുത്തിട്ട് എന്തൊക്കെയാണോ അവർക്ക് വേണ്ടത് അതൊക്കെ ഗവൺമെന്റ് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കി ഈ വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തി ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ രൂപീകരിക്കാവുന്നുള്ളത് മാത്രമേ ഇനി നമ്മുടെ ശരി. ഏതായാലും ഡോക്ടർ അജിൽ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളം ഇനി കുറെ കൂടി ഗൗരവമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കാലാവസ്ഥയുടെ കാര്യത്തിലും അതേപോലെ തന്നെ ഈ ടൗൺ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ നേരിടാൻ പോവുകയാണ്. അവിടെ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ വലിയ അപകടകരമായ ഒരു ഭാവിയായിരിക്കും നമ്മളെ കാത്തിരിക്കുക എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഡോക്ടർ അജിൽ കോട്ടയിൽ, കാലാവസ്ഥ വിദഗ്ധൻ, കുസാറ്റിൽ നിന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു ഈ ചർച്ചയിൽ.